നമസ്കാരം. ലെറ്റ്യൂഡിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് ട്യൂണിംഗ് 3-ാം ദിവസത്തിലേക്ക് സ്വാഗതം. നിശ്ചയദാർഢ്യം, അതായത് വിൽ പവർ ജനിക്കുന്ന സ്ഥലം അതെവിടെയാണ്? ഇന്ന് നമ്മൾ നന്ദി പറയാൻ പോകുന്നത് നമ്മുടെ വിൽ പവറിനാണ്. ജീവിതത്തിൽ പലർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. പക്ഷേ സ്വപ്നം കാണുന്നതും അത് നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നതും രണ്ടും വ്യത്യസ്ത കാര്യങ്ങളാണ്. ഒരാളിന് വലിയ സ്വപ്നം ഉണ്ടാവാം, പക്ഷേ ചെറിയ ബുദ്ധിമുട്ട് വന്നാൽ അദ്ദേഹം നിന്നു പോകും. മറ്റൊരാൾക്ക് വലിയ ശബ്ദങ്ങളില്ല, വലിയ ഷോയില്ല. പലപ്പോഴും ശാന്തമായി സ്ഥിരമായി തീരുമാനിച്ച വഴിയിൽ നടക്കാനാണിഷ്ടം. വിജയം അധികം പേർക്കും കിട്ടുന്നത് രണ്ടാമത്തെ രീതിയിൽ പ്രവർത്തിക്കുന്നവർക്കാണ്. നിശ്ചയദാർഢ്യം, വിൽ പവർ, അത് ജനിക്കുന്നത് എവിടെയാണ്? അത് പുറത്തു നിന്നല്ല വരുന്നത്, കയ്യടികളിൽ നിന്നല്ല വരുന്നത്, കിട്ടുന്ന ലൈക്സിൽ നിന്നല്ല വരുന്നത്. അത് നമ്മുടെ ഉള്ളിലെ തീരുമാനത്തിൽ നിന്ന് മാത്രമാണ്. എനിക്ക് ചെയ്യേണ്ടത് ഞാൻ ചെയ്യും എന്ന ആന്തരികമായ വാക്കിൽ നിന്നാണ്, ആന്തരിക ശക്തിയിൽ നിന്നാണ്. ചെറിയ ഡിസിപ്ലിൻ, ചെറിയ ഡെയിലി ആക്ഷൻ, ചെറിയ റെസ്പോൺസിബിലിറ്റി സെൻസ്, ഇതെല്ലാം കൂടി ശക്തമായ വിൽ പവറായി മാറുന്നു. ഇന്ന് നിങ്ങൾക്കായി ചോദിക്കുക, ഞാൻ എടുത്ത തീരുമാനങ്ങളിൽ എത്രയൊക്കെ പാലിച്ചു? എത്ര തവണ ഞാൻ എന്നെ തന്നെ നിരാശപ്പെടുത്തി? എത്ര തവണ ഞാൻ വീണ്ടും തുടങ്ങി? ബൗൺസ് ബാക്ക് ചെയ്യാൻ പറ്റി? അവിടെയെല്ലാം ഒരു ശക്തി ഉണ്ടായിരുന്നു. ഇന്ന് ആ ശക്തിക്കാണ് നന്ദി പറയേണ്ടത്. ശരിയായ കാര്യത്തിൽ സ്ഥിരമായി നിൽക്കാൻ കഴിയുന്ന എൻ്റെ മനോബലത്തിന് നന്ദി. എൻ്റെ തീരുമാനങ്ങളെ ആക്ഷനാക്കാൻ സഹായിക്കുന്ന ശക്തിക്ക് നന്ദി. ദിവസേന ചെറിയ ചെറിയ ചുവടുകൾ എടുക്കുവാൻ എന്നെ പ്രാപ്തമാക്കുന്ന എൻ്റെ ഉള്ളിലെ വിൽ പവറിന് നന്ദി. എനിക്ക് വേണ്ട, എൻ്റെ ജീവിത വിജയത്തിന് വേണ്ട കമ്മിറ്റ്മെൻറ്റ് അതേപടി ചെയ്യുവാൻ എന്നെ നയിക്കുന്ന ശക്തിക്ക് നന്ദി. എൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് എന്നെ നയിക്കുന്ന എൻ്റെ വിൽ പവറിന് നന്ദി. വിൽ പവർ എന്നത് കടുപ്പം മാത്രമല്ല, അത് ക്ലാരിറ്റി കൂടിയാണ്. ഇതാണ് എൻ്റെ വഴിയെന്ന് ശാന്തമായി മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുമ്പോഴാണ് ഞാൻ എന്നെ തിരിച്ചറിയുക. അത് നമ്മളെ പല ഡിസ്ട്രാക്ഷനിൽ നിന്നും തിരിച്ചു കൊണ്ടുവരുന്നു നമ്മുടെ വഴിയിലേക്ക്, നമ്മുടെ മാത്രം വഴിയിലേക്ക്. ഇന്നൊരു കാര്യം ഓർമ്മിക്കുക, വലിയ മാറ്റങ്ങൾ ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല. പക്ഷേ വലിയ മാറ്റങ്ങൾക്ക് പിന്നിൽ വലിയ തീരുമാനമെടുക്കുവാനുള്ള ശക്തി ചെറിയ ചെറിയ ബേബി സ്റ്റെപ്പിലൂടെയാണ് നമ്മുടെ ഉള്ളിൽ മൊട്ടിട്ട് പൂവായി വിടർന്ന് വികസിക്കുന്നത്. നമ്മൾ പലപ്പോഴും അത് സെലിബ്രേറ്റ് ചെയ്യാറില്ല, പക്ഷേ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതിനാൽ ഇന്ന് വീണ്ടും ആവർത്തിക്കുക, എൻ്റെ ഉള്ളിൽ വിൽ പവറുണ്ട്, എൻ്റെ മനസ്സിന് സമാധാനമുണ്ട്, എൻ്റെ മനസ്സിന് സ്ഥിരതയുണ്ട്, എൻ്റെ തീരുമാനങ്ങൾക്ക് ക്ലാരിറ്റിയുണ്ട്, എൻ്റെ തീരുമാനങ്ങൾക്ക് ശക്തിയുണ്ട്. ആ ശക്തിക്ക് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ശക്തിയെ പരിപൂർണമായും ആദരിക്കുക. കാരണം ജീവിതം മാറ്റുന്നത് ഒരിക്കൽ വരുന്ന മോട്ടിവേഷൻ അല്ല, സ്ഥിരമായി പ്രവർത്തിക്കുന്ന തീരുമാനശക്തിയാണ്. ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ലൈൻ ഇങ്ങനെയായാലോ: ശരിയായ കാര്യത്തിൽ സ്ഥിരമായി നിൽക്കാൻ കഴിയുന്ന എൻ്റെ മനോബലത്തിന് നന്ദി. ശരിയായ കാര്യത്തിൽ സ്ഥിരമായി നിൽക്കാൻ കഴിയുന്ന എൻ്റെ മനോബലത്തിന് നന്ദി. ആവർത്തിക്കുക, ആവർത്തിച്ച് പറയുക. നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ഒരു ട്രാക്കിലൂടെ കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ പിന്നാലെ ഓടേണ്ട യാതൊരു കാര്യവുമില്ല. കുഞ്ഞുങ്ങൾക്ക് എക്സാം വരുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. കുഞ്ഞുങ്ങളെ എല്ലാ ദിവസവും ഈ ഒരു പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ട് കിടത്തി ഉറക്കാൻ ശ്രമിക്കുക. ബലം പ്രയോഗിച്ച് വേണ്ട, നമ്മുടെ വീട്ടിലെ ഒരു റിച്വലായി കണക്കാക്കിയാൽ മതി. രാത്രിയിൽ നാമം ജപിക്കാറില്ലേ, നിസ്കരിക്കാറില്ലേ, കുരിശ് വരയ്ക്കാറില്ലേ? എല്ലാവരും ചെയ്യുന്ന ആ പ്രവർത്തനം പോലെ ഒരു 5 മിനിറ്റ് കുടുംബത്തിനായി നമുക്ക് മാറ്റിവെക്കാം. രാത്രിയിൽ കിടക്കുന്ന സമയത്ത് ഈ ഗ്രാറ്റിറ്റ്യൂഡ്
ഈ ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് ട്യൂണിങ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. കുഞ്ഞുങ്ങൾ ഏറ്റവും മികച്ചവരായി, രാജ്യത്തിന് ഗുണകരമായ ആളുകളായി, അവനവന് ഏറ്റവും നല്ല സന്തോഷത്തോടെ കഴിയുവാനുള്ള സാഹചര്യം സ്വന്തം മനസ്സിൽ സൃഷ്ടിക്കുന്നവരായി, കുടുംബത്തിന് ഗുണകരമായ വ്യക്തികളായി മാറ്റാൻ നമുക്ക് സാധിക്കണം. താങ്ക് യു, ലവ് യു, ബ്ലെസ് യു. ഇറ്റ്സ് മീ സുധാചന്ദ്രൻ.